പോലീസ് അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കാതെ യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസിന്റെ സഹോദരൻ പി കെ ബുജേർ ലഹരിമരുന്ന് കൈമാറ്റം സംബന്ധിച്ച സന്ദേശമുള്ള മൊബൈൽ ഫോണിന്റെ പാസ്വേഡ് കൈമാറാൻ ബുജേർ തയ്യാറായില്ല. ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. പി കെ ബുജേർ അടങ്ങിയ ലഹരി മാഫിയെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് CPIM ആവശ്യപ്പെട്ടു. AK ലതീഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശനിയാഴ്ച വൈകിട്ടാണ് കുന്ദമംഗലം പോലീസിന് നേരെ പി കെ ഫിറോസിന്റെ സഹോദരൻ പി കെ ബുജേർ ആക്രമണം നടത്തുന്നത്. ലഹരിമരുന്ന് പരിശോധനയ്ക്കെത്തിയ പോലീസിനെ ബുജേർ ആക്രമിക്കുകയായിരുന്നു. കുന്ദമംഗലം സ്റ്റേഷനിലെ CPO അജേഷിനെ മുഖത്തടിക്കുകയും ചവിട്ടുകയും ചെയ്തു. ചൂലാംവയൽ സ്വദേശിയും നാർക്കോട്ടിക് കേസിലെ പ്രതിയും ബുജേറിന്റെ സുഹൃത്തുമായ റിയാസിന്റെ ഫോണിൽ വന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധനയ്ക്കായി റിയാസുമൊത്ത് പോലീസ് സംഘം ബുജേറിന്റെ അടുത്തെത്തിയത്. ആക്രമിച്ച് രക്ഷപ്പെടാനായിരുന്നു ബുജേറിന്റെ ശ്രമം. ബുജേറിന്റെ ഫോൺ ഉൾപ്പെടെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ലഹരിമരുന്ന് ഉപയോഗിക്കുന്ന വസ്തുക്കളും ബുജേറിന്റെ വാഹനത്തിൽ നിന്ന് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ മൊബൈൽ ഫോൺ പരിശോധനയ്ക്ക് ബുജേർ സഹകരിക്കുന്നില്ല. ഫോണിന്റെ പാസ്വേഡ് പോലീസിന് കൈമാറാൻ ബുജേർ തയ്യാറായിട്ടില്ല. ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാനാണ് കുന്ദമംഗലം പോലീസിന്റെ തീരുമാനം. ബുജേറിന്റെ ജാമ്യ ഹർജി കോടതിയിൽ വരുന്ന മുറയ്ക്ക് ഈ വിഷയം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. സൈബർ സെല്ലിന്റെ സഹായത്തോടെ ലഹരി ഇടപാടിൽ കൂടുതൽ പേർ ഉണ്ടോ എന്നത് സംബന്ധിച്ചും പോലീസ് അന്വേഷണം നടത്തുകയാണ്. അതേസമയം പി കെ ഫിറോസ് ആരോപണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് CPIM-നെതിരെ തിരിയുന്നതെന്ന് CPIM കുന്ദമംഗലം ഏരിയ സെക്രട്ടറി P ഷൈബു പറഞ്ഞു. CPIM-ന് റിയാസുമായോ ബുജേറുമായോ യാതൊരു ബന്ധവുമില്ല. കേസിൽ സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാരായവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും CPIM കുന്ദമംഗലം ഏരിയ സെക്രട്ടറി P ഷൈബു പറഞ്ഞു. ആരാണ് ഇവരെ സംരക്ഷിക്കുന്നത്? ആരാണ് ഇവർക്ക് മയക്കുമരുന്ന് നൽകുന്നത്? ഈ കേസിന് ഫിറോസ് ഉൾപ്പെടെയുള്ള യൂത്ത് ലീഗിൻ്റെ നേതാക്കന്മാർക്ക് എന്താണ് പങ്ക് എന്നുള്ള ഒരു സമഗ്രമായിട്ടുള്ള അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം. കാരണം പി കെ ഫിറോസ് ഒരു മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകനാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ പി കെ ഫിറോസ് ഈ ഫണ്ട് ഉപയോഗിച്ച് ഈ ലഹരി മാഫിയെ സഹായിക്കുന്നുണ്ടോ? അനിയനെ വെച്ചുകൊണ്ട് പണമുണ്ടാക്കുന്നുണ്ടോ? ഈ കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കണം. ലഹരി വിപത്തിനെതിരെ സംസ്ഥാന സർക്കാരും യുവജന സംഘടനകളുമെല്ലാം വലിയ ക്യാമ്പയിൻ നടത്തുന്ന സമയമാണിത്. ഇങ്ങനെയൊരു സമയത്ത് പോലും സഹോദരൻ ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന വിവരം പി കെ ഫിറോസ് മറച്ചുവെച്ചത് സമൂഹമാധ്യമങ്ങളിൽ വലിയ ചർച്ചയാണ്. കുന്ദമംഗലത്തെ ലഹരി കച്ചവടക്കാരെ കേന്ദ്രീകരിച്ച് അന്വേഷണം വിപുലമാക്കാനാണ് പോലീസിന്റെ തീരുമാനം.